അപ്പൊ ഏത് മൂടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബീന പറഞ്ഞിട്ട് പനി മൂടെന്ന് പറയുന്നുണ്ട്. പനി മൂടുള്ള കുറെ പേരുണ്ട് കേട്ടോ. പലതരത്തിലുള്ള പനികളാണ് അവിടെ ഇവിടെ ഒക്കെ പനിയാണ്. കോൾഡ്, ജലദോഷം, ചുമ. ഇപ്പോഴത്തെ പനിക്ക് വയർ അപ്സെറ്റ് ആവുക, വൊമിറ്റിംഗ് ടെൻഡൻസി, വല്ലാത്ത ക്ഷീണം, ടയർഡ്, അങ്ങനെ എന്തിനാണോ എന്തോ അല്ലേ. മറക്കാം. അപ്പൊ ഇനി പനി മൂട് അന്നേ തന്നെ പനിയാകുമ്പോൾ വൈകിട്ടത്തേക്ക് ചാടിങ്ങി എഴുന്നേക്കണം. ഓണത്തിന് ഒറ്റ മൂടേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ കോട്ടയം ചന്തയിൽ നിന്ന് ടോബി ജോൺസൺ ആയിരുന്നു. ടോബി, ഉത്രാടത്തിന് ആശംസകൾ. എന്താണ് അവിടുത്തെ കാഴ്ച? അശ്വി, അടിപൊളിയാണ്. നോക്കാം നമുക്ക്. എന്തായാലും ആ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് അത് കാണാൻ നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. എല്ലാ കടകളിലും ആളാണ്. ഓണക്കോടി മേടിക്കണം, അതുപോലെ തന്നെ പച്ചക്കറി മേടിക്കണം, ബാക്കി സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ എല്ലാ കടയിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇടി ബഹളം എല്ലാം ഉണ്ട്. ഓണത്തിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഈ ജോലി സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങി വന്ന് ഓടി കടയിൽ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകുന്ന ആ തിരക്ക് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇങ്ങനെ ഈ ചന്തയിലേക്ക്, കോട്ടയം നഗരത്തിലുള്ള ചന്തയാണ് കോട്ടയം ചന്ത, നമുക്കറിയാവുന്ന പോലെ അവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ഈ ഒരു വൈകുന്നേരമായപ്പോൾ. ചേച്ചി എല്ലാം മേടിച്ചോണ്ടിരിക്കുക. തുണിയെല്ലാം മേടിച്ചു, ഇനിയും പച്ചക്കറിയും കൂടി വാങ്ങാനുണ്ട്. എത്ര രൂപ? ഒരു 3000 രൂപയുള്ള അടുത്തെത്തി. അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ആശ്മി, അതായത് ഈ ഒരു സമയം അവസാന സമയമാണ്. അപ്പം എല്ലാം വാങ്ങി ചേട്ടാ? എല്ലാം മേടിച്ചു. കുറച്ച് പിള്ളേർക്ക് ഒരു ശകലം തുണിയും കൂടെ സാധനം കൂടെ മേടിച്ചാൽ മതി. അവിടെ നിന്ന് വൈഫിന് ഒരു സാരി കൂടെ മേടിക്കുക. അതെറ്റാണ്. ഓണം അടിപൊളിയാണോ? എന്നൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ഓണപരിപാടി ഉണ്ടോ? നാട്ടിൽ ഓണപരിപാടി ഉണ്ടോ? ഓണപ്പരിപാടി സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. നാളത്തെ ഓണപരിപാടി ടോബി അവൻ പാട്ട് പാടും. ടോബി അവൻ പാട്ട് പാടും ഉറപ്പ്. ഒരു പാട്ട് പാടത്തില്ല, ഒരു പാട്ട് പാടത്തില്ല. പാടും. നീ പാടിട്ട് പോയാ മതി. ഹാഷ്മി ചോദിക്കുന്നുണ്ട്. പാടാ, ഒറ്റ പാട്ട് പാടിയുണ്ട്. പാടാ, പാട്ട് അറിയും. എനിക്കറിയത്തില്ല, അടിപൊളി പാട്ട്. എനിക്കറിയത്തില്ല ഓണപ്പാട്ട്. എനിക്കറിയത്തില്ല. ഒരു ഓണപ്പാട്ട് പാട്ട്, ഒരു സിനിമ പാട്ട് പാടാ അങ്ങോട്ട്. ഈ ഓണം മൂട് പാട്ട് പാടുമായിരിക്കും. എന്തായാലും നിരവധി ആളുകൾ ഇങ്ങനെ വരുന്നു. മോർണിംഗ് വന്ന് ആശ്മി, ഒരു കുട്ടം വന്നിട്ടുണ്ട്. അവൻ പാടും തോന്നുന്നു. ഒരു പാട്ട് പാടാം. അവനും പാടത്തില്ല. എന്തായാലും ആശ്മി, ഇതാണ് മക്കളെയൊക്കെ ആയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണക്കോടി തന്നെയാണ്. അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്ത് അടിപൊളിയായിട്ട് ഈ ഓണം ആഘോഷിക്കാനുള്ള ഓട്ടത്തിലാണ്. ആ ഓണം നമുക്ക് ആ ഉത്രാടപ്പാച്ചിൽ നമുക്കത് കൃത്യമായി കാണാം. സന്തോഷത്തിന്റെ കുറെ നാളുകളെ നമുക്കറിയാവുന്ന പോലെ പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ആകപ്പാടെ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. എന്തായാലും ഈ വർഷം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷമാണ്. അതിന്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഈ ഒരു ഉത്രാടപ്പാച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആശ്മി, അല്ല ടോബി, സാധാരണ നമ്മളൊക്കെ ടോബി ഇടുന്ന പോലെ ഷർട്ട് ഇപ്പിട്ട ഷർട്ട് ഓണത്തിനൊക്കെ ടോബി എപ്പോഴും ഈ ടൈപ്പ് ഷർട്ടാ. അപ്പൊ ടോബി കുഞ്ഞിലെ മുതൽ ഇങ്ങനെയാണോ? ഇങ്ങനെ പ്രിന്റഡ് പൂവ്, കായ, മരം ഒക്കെയാണോ ഇടാറ്? അല്ല നമ്മൾ പുതിയ തലമുറയോടൊപ്പം നിൽക്കണ്ട, അതിനുവേണ്ടിയുള്ള ചില പരിപാടികളൊക്കെയാണ്. ടോബിയൊക്കെ പുതിയ നാളെ ഓണമല്ലേ, അപ്പം നാളെ എന്റെ മകളുടെ ബർത്ത്ഡേ കൂടിയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മകൾക്ക്, ഹാപ്പി ബർത്ത്ഡേ ടോബി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.